ഹലോ, ഗുഡ് ഈവനിങ് എവരി വൺ. ഈ വർഷത്തെ നമ്മുടെ വിഷു ഈസ്റ്റർ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. നമുക്കറിയാം, നമ്മുടെ സ്ഥിരം ആങ്കറായിരുന്നു നമ്മുടെ കുര്യാക്കോസ് നാട്ടിൽ പോയത് പ്രമാണിച്ച് നമുക്കൊരു സ്ഥിരം ഫേസായ കുര്യാക്കോസിനെ ഇവിടെ മിസ് ചെയ്യുകയാണ്. എനിവേ, ദിസ് ഇയറിലേക്ക് നമുക്ക് ആൻസിയെയും ബിവിതയെയും ആങ്കറായിട്ട് ഞാൻ സ്റ്റേജിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. ഗുഡ് ഈവനിങ് ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ. അങ്ങനെ കുറേ ദിവസത്തെ തയ്യാറെടുപ്പുകൾക്ക് ശേഷം നാം എല്ലാവരും കാത്തിരുന്ന ആ സുദിനം വന്നു തീരിക്കുന്നു. കരുത്തോടെ, കരുതലോടെ, കെട്ടുറപ്പോടെ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ടൗൺസ്വില്ലിലെ മലയാളികളെ നയിച്ചുകൊണ്ട് പോകുന്ന കേരള അസോസിയേഷൻ ഓഫ് ടൗൺസ്വില്ലിൻ്റെ ഈസ്റ്റർ വിഷു ആഘോഷങ്ങളുടെ ഈ രാവിലേക്ക് ഇവിടെ വന്നെത്തിയിരിക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി കേരള അസോസിയേഷൻ ഓഫ് ടൗൺസിലിൻ്റെ 2025 ആണ്ട് ഈസ്റ്റർ വിഷു ആഘോഷങ്ങളിലേക്ക് സ്വാഗതം. ജസ്റ്റ് എ ലിറ്റിൽ ബിറ്റ് ഓഫ് ഹൗസ് കീപ്പിംഗ് ആൻഡ് ഗ്രൗണ്ട് റൂൾസ്. നമ്മളുടെ ടോയ്ലറ്റ്സ് ഈ സൈഡിലാണ്, ലെഫ്റ്റ് സൈഡിൽ ആണുങ്ങളുടെയും പെണ്ണുങ്ങളുടെയും ടോയ്ലറ്റ് അവിടെയാണ്. അവിടെ ഒരു ചെറിയ അവരൊരു ഡ്രസ്സിങ് റൂമുണ്ട്. ഒരു ചെറിയ ഡ്രസ്സിങ് റൂം ഈ സ്റ്റേജിൻ്റെ ബാക്ക് സൈഡിലായിട്ടുണ്ട്. അല്ല, എമർജൻസി എക്സിറ്റ്സ് നമുക്ക് 4 ഉണ്ട്. ഒന്ന് അവിടെ, ഒന്ന് ആ സൈഡിൽ മെയിൻ എൻട്രൻസ്, ഇവിടെ 2. എമർജൻസി ഒന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. എങ്കിലും ഉണ്ടായാൽ നിങ്ങൾ ഓടുവാണെങ്കിൽ നിങ്ങളുടെ പിള്ളേരെ കൂടി കൂട്ടത്തിൽ കൊണ്ടുപോകണം. നമ്മൾ മാത്രമേ ഉള്ളൂ ആൻസി, കുര്യാക്കോസ് ചേട്ടനില്ല. അപ്പം എന്താ ചെയ്യുന്നത്? നമുക്കറിയാം, ഒരിക്കലും ഒരാൾക്ക് പകരം മറ്റൊരാളെ നമുക്ക് കണ്ടെത്താനാവില്ല. എങ്കിലും പകരക്കാരായി വരുന്നവർ ചിലപ്പോൾ അമരക്കാരായി മാറുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട്. അതെ, ഈ വർഷത്തെ കാറ്റിൻ്റെ ഭരണസാരഥി മെമ്പറിൽ ഒരാളായ നമ്മുടെ പ്രിയപ്പെട്ട നെബു, അദ്ദേഹം ഇന്ന് നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നതാണ്. നെബുവിനെ കുറിച്ച് പ്രത്യേകിച്ചൊരു ഇൻട്രൊഡക്ഷൻ നിങ്ങൾക്ക് തരേണ്ട ആവശ്യമില്ല. വായനയുടെ ലോകത്ത് ഏറെയധികം വിരാജിക്കുന്ന ഒരാളാണ്. തൻ്റെ തൂലികയെ ഡിജിറ്റൽ വേൾഡിൽ കുറച്ചെങ്കിലും ചലിപ്പിക്കുന്ന ഒരാളാണ്. സാഹിത്യത്തെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു കുര്യാക്കോസിയേട്ടന് പകരമാവില്ലെങ്കിലും ഏകദേശം അതുപോലെയൊക്കെ തന്നെ ഇന്ന് നെബു നമ്മളോടൊപ്പം ഉണ്ടായിരിക്കുന്നതാണ്. സോ ലെറ്റ്സ് വെൽക്കം നെബു ഓൺ ദി സ്റ്റേജ്. അതിനേക്കാൾ പൊളിക്കാനും സാധ്യതയുണ്ട് അല്ലേ ആൻസി? എല്ലാവർക്കും വിനീതമായ നമസ്കാരം. എന്നെക്കുറിച്ച് പറഞ്ഞ 2 ആങ്കേഴ്സും എന്നെക്കുറിച്ച് പറഞ്ഞ നല്ല വാക്കുകൾക്ക് നന്ദി. ഇവിടെ സൂചിപ്പിച്ചു ഞാനൊരു പകരക്കാരൻ്റെ റോളിലായെന്ന്. നമുക്കറിയാം, പലപ്പോഴും ക്രിക്കറ്റ് കളികളിലൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ഇറങ്ങി മാൻ ഓഫ് ദി മാച്ച് ആകാറുണ്ട്. എന്നാൽ എന്നെ ആ ഗണത്തിൽ കൂട്ടണ്ട. ഞാനിവിടെ നിൽക്കുമ്പോൾ എൻ്റെ ഷൂസ് എൻ്റെ കാലിൽ നിന്ന് പാകമാകുന്നില്ല. കാരണം കുര്യാക്കോസേട്ടൻ എന്ന മഹാവ്യക്തിത്വം ഇവിടെ വഴിതെളിച്ചിട്ട് പോയ വഴികളിലൂടെ സഞ്ചരിക്കാനുള്ള യോഗ്യതയൊന്നും എനിക്കില്ല. എന്നാലും നിങ്ങളുടെ ഏവരുടെയും സമ്മതത്തോടെ ഞാനതൊന്ന് പരിശ്രമിക്കുകയാണ്. പണ്ട് ആദ്യ കാലഘട്ടത്തിൽ പട്ടിണിയും ദാരിദ്ര്യവും പ്രയാസങ്ങളുമൊക്കെ ഉണ്ടായിരുന്ന കാലഘട്ടത്ത് നമുക്ക് ആഘോഷങ്ങൾ നമ്മുടെ ജീവനാഡിയായിരുന്നു. മലയാളിയുടെ ആഘോഷങ്ങൾക്ക് ഒട്ടും പഞ്ഞമില്ല. വിഷു ആയാലും ഓണമായാലും ക്രിസ്തുമസ് ആയാലും ആഘോഷങ്ങൾ അനവധിയാണ്. ആഘോഷങ്ങൾ ആഘോഷിക്കപ്പെടേണ്ടത് തന്നെയെന്നാണ് ഞാൻ കരുതുന്നത്. മലയാളിയെപ്പോലെ ആഘോഷങ്ങൾക്ക് വേണ്ടി ഇത്രയധികം സമയവും ധനവും വിനിയോഗിക്കുന്ന ആളുകളില്ല. യഥാർത്ഥത്തിൽ ഇത്തരം ആഘോഷങ്ങൾ നമുക്ക് നൽകുന്നത് എന്താണ്? ഒരു പുനർജീവനമാണ്. നമ്മുടെയൊക്കെ തിരക്ക് പിടിച്ച ജീവിതങ്ങളിൽ നിന്നും നമുക്കൊന്ന് റിലീഫ് ചെയ്യാനും മതിമറന്നൊന്ന് ആഘോഷിക്കാനും കിട്ടുന്ന അസുലഭ നിമിഷങ്ങളാണ് ഓരോ ആഘോഷങ്ങളും. പ്രത്യേകിച്ചും ഈസ്റ്റർ വിഷു നമ്മൾ സംയുക്തമായിട്ട് ആഘോഷിക്കുകയാണ്. മലയാളിയുടെ കാർഷിക സംസ്കൃതിയുടെ ഭാഗമായിട്ടാണ് വിഷു ആഘോഷിക്കപ്പെടുന്നത്. വിഷുവിനെ കുറിച്ച് ധാരാളം
ഐതിഹ്യങ്ങളും ചരിത്രങ്ങളുമൊക്കെ ഉണ്ട്. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. പണ്ഡിത പാമര വ്യത്യാസമില്ലാതെ, കുചേല കുബേര വ്യത്യാസമില്ലാതെ എല്ലാവരും ഒരുപോലെ ആഘോഷിച്ചിരുന്ന ഒരാഘോഷമാണ് വിഷു. ഓണം കഴിഞ്ഞാൽ മലയാളി ഏറ്റവും അധികം ആഘോഷിക്കുന്ന ആഘോഷങ്ങളിലൊന്നാണ് വിഷു. കവിവാക്യം ഇപ്രകാരമാണ് പറയുന്നത്: ഏത് ദൂസര സങ്കല്പങ്ങളിൽ വളർന്നാലും, ഏത് യന്ത്രവൽകൃത ലോകത്ത് പുലർന്നാലും, മനസ്സിലുണ്ടാകട്ടെ ഗ്രാമത്തിൻ വെളിച്ചവും മണവും മമതയും ഒരുത്തിരി കൊന്നപ്പൂവും. എത്രമാത്രം ഗൃഹാതുരത ഉണർത്തുന്ന വാക്കുകളാണിത്. മലയാളിയുടെ ലോകത്തെവിടെ പോയാലും മൂട് മറന്നാലും നാട് മറക്കാത്തവനാണ് മലയാളി. ആ മലയാളിയുടെ മനസ്സിൻ്റെ വികാരങ്ങളെ അപ്പാടെ പ്രതിഫലിപ്പിക്കാൻ ഇത്തരം ആഘോഷങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും ഈസ്റ്ററിൻ്റെയും വിഷുവിൻ്റെയും മംഗളാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. പ്രിയപ്പെട്ട എൻ്റെ 2 ആങ്കേഴ്സിനും വേണ്ടിയിട്ട് ഞാൻ വേദി കൈമാറുകയാണ്. താങ്ക് യു. 1-2 കാര്യങ്ങളും കൂടി പറയാനുള്ളത്, നമ്മുടെ ക്ലീനിങ് നമ്മൾ തന്നെയാണ് ചെയ്യുന്നത്. അപ്പം ഇഫ് ഇറ്റ് ഈസ് യുവർ വേസ്റ്റ്, ഇറ്റ്സ് യുവർ റെസ്പോൺസിബിലിറ്റി. അത് കറക്റ്റായിട്ട് ഡിസ്പോസ് ചെയ്യാൻ എല്ലാവരും ശ്രമിക്കണം. കാരണം കുപ്പികളും ചിക്കൻ കാലുകളും ഒക്കെ ഈ ഹോളിൻ്റെ പരിസരത്തും ഒക്കെ കിടക്കുന്നത് മറ്റുള്ളവർ കണ്ടാൽ നമുക്ക് നാണക്കേടാണ്. അതുകൊണ്ട് നമ്മളുടെ വേസ്റ്റ് നമ്മൾ തന്നെ റെസ്പോൺസിബിളായിട്ട് ഡിസ്പോസ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ വേറൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ കുഞ്ഞു മക്കൾ ഇവിടെ സ്റ്റേജിൽ ഓരോ പ്രോഗ്രാം അവതരിപ്പിക്കുമ്പോൾ അവരൊരു കഴിഞ്ഞ ഒരു മാസം 1.5 മാസം ട്രൈ ചെയ്തിട്ടാണ്. അതുപോലെ നമ്മളെപ്പോലുള്ള പലരും അവരുടെ ഒപ്പം നിന്ന് അവരെ ട്രാൻസ്പോർട്ട് ചെയ്യാനും മറ്റുള്ള എല്ലാ കാര്യങ്ങൾക്കും അവരുടെ ഒപ്പം നിന്ന് കഷ്ടപ്പെട്ടാണ് ഇവിടെ പരിപാടികൾ നടത്തുന്നത്. അപ്പം അവർക്ക് നമ്മൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നത് be silent and listen, or be silent and watch it and cheer them up. Okay? Thank you. So let's move on to our next program. ആദ്യമായിട്ട് ഐശ്വര്യപൂർണ്ണമായി നമ്മുടെ ഇന്നത്തെ ഈ ആഘോഷരാവിന് നമുക്ക് തുടക്കം കുറിക്കാം.